കല്യാണം കഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് പോകുന്ന ഓരോ പെൺകുട്ടികളുടെ മനസ്സിലും ചെറിയൊരു സാധാരണ സ്വപ്നം ഉണ്ടാകും. അവളെ അവിടെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും അവളുടെ സാഹചര്യങ്ങൾക്ക് ഒത്തുപോകുന്ന ആളുകൾ ഉണ്ടാവണേ എന്ന്. കല്യാണം കഴിഞ്ഞാൽ അതൊരു പുതിയ ലോകത്താണ്, പുതിയൊരു ജീവിതത്തിലാണ്. അതൊരു ഭയമല്ല, അതൊരു വിശ്വാസമാണ്. പക്ഷേ പലപ്പോഴും ചെറിയ തെറ്റുകൾ പോലും വലിയ തെറ്റുകളായിട്ട് ചില ആൾക്കാർ അതിനെന്തെയും കാണപ്പെടും. ഇവൻ അവളുടെ സ്വഭാവം ശരിയില്ല എന്നും കൂടി പറയാം. എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അത് ഒരു തെറ്റായിട്ട് അവരുടെ കണ്ണിലിട്ടൊക്കെ മാറും. അത് കടന്നു പോകുന്ന ആ ഒരു സാഹചര്യം, അവരുടെ മാനസികാവസ്ഥ ഒന്നും ആരും തിരിച്ചറിയുകയും ചെയ്യില്ല, ആരും മനസ്സിലാക്കുകയും ചെയ്യൂല. അങ്ങേയറ്റം പൊഴുതിമുട്ടുമ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് മാറിയാലോ, വേറെ താമസിക്കാമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറ്റമായി. അവൾ വിളിക്കാറില്ല, മിണ്ടാറില്ല, സംസാരിക്കലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഈ വിളിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ചോദിച്ചൂടെ സുഖാണോ എന്നൊക്കെ. പക്ഷെ ഇത് ചോദിക്കൂല, അപ്പോഴും അതിനെ കുറ്റം തന്നെ. അതിന് ഓപ്പോസിറ്റ് സ്വന്തം മകന് വിളിച്ചു പോലും വിളിച്ചിട്ടില്ല പോലും കണ്ടിട്ടുള്ളൂ. അവനെ ഒരാൾ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവനെ ഒരാൾ നേരെയാക്കാനോ എന്താ പറയുക, അവൻ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, കയറി വന്ന മോള് എന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരവസ്ഥ. മകളെപ്പോലെ കാണുന്നു എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, കാരണം അതൊരു വാക്കല്ലേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുമ്പോഴാണ് ഏതൊരു കുടുംബമായാലും അല്ലെങ്കിൽ ഏതൊരു പ്രശ്നമായാലും അത് ഇല്ലാണ്ടാവുകയും നമ്മളെ ജീവിതത്തിനോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പഠിക്കുക. അപ്പോഴാണ് ജീവിതമായി മാറുക. അല്ലാത്ത കൊല്ലം അവിടെ എപ്പോഴും എന്താ പറയുക, തട്ടിമുട്ടി കലഹമൊക്കെ ഉണ്ടാവും. ജീവിതമാകുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് വേണം, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥ ഒരു ജീവിതമാവുക. അവിടെയാണ് നമുക്ക് സന്തോഷവും കിട്ടുക. സോ താങ്ക് യു.